Hello friends, welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 5 minutes ഒക്കെ മതി. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ്. എൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു അടിപൊളി ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബട്ടർ ബ്രെഡ് ഇല്ലേ, അതാണ് നമ്മുടെ സാധാരണ ബ്രെഡ്. ഇതിന് നമുക്ക് വീറ്റ് ബ്രെഡോ ഏത് ബ്രെഡ് ഉപയോഗിച്ചിട്ടും ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. ഇത് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ പശുവിൻ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പശുവിൻ പാൽ ഇഷ്ടമില്ലെങ്കിൽ നമുക്കിതിന് പകരം ആൽമണ്ട് മിൽക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്. ഹണി അല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരം ഷുഗറോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ യൂസ് ചെയ്യാവുന്നതാണ്. ചില ആളുകൾക്ക് എഗ്ഗിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ ഒരു സ്മെല്ലൊക്കെ ഇല്ല, അത് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് വാനില എസെൻസ്. ഇത്ര അധികം വാനില എസെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ സിനമൺ പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കറുവപ്പട്ട പൊടിച്ചിട്ടുള്ള പൊടിയില്ലേ, അതാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറുവപ്പട്ട പൊടിച്ചിട്ടുള്ള പൊടി. കറുവപ്പട്ട പൊടിച്ച് ചേർക്കുമ്പോൾ ഇപ്പോഴും നൈസായിട്ടുള്ള പൊടി ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസെൻസും 2 ടേബിൾ സ്പൂൺ തേനും 1/2 കപ്പ് പാലും ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ബട്ടർ വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഓരോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിൽ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. അധികം ടൈം ഈ മുട്ടേൻ്റെ മിക്സിയിൽ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബ്രെഡ് ഓൾറെഡി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, ഡയറക്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഒരു മീഡിയത്തിൻ്റെയും ലോൻ്റെയും മിഡിലായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വല്ലാതെ തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഫ്രൈ പാനിൽ ഒരു ബ്രെഡും കൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് 1, 2, 3 ഒക്കെ ഒരു ടൈം തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എപ്പോഴും ചൂടോട് കൂടെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ല ചൂട് ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ മേലെ ഒരു പീസ് ബട്ടർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഹണിയോ മേപ്പിൾ സിറപ്പോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതിൽ ഹണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി വേർഷൻ ആണ്. നമുക്കിത് വീറ്റിൻ്റെ ബ്രെഡോ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അതുപോലെ തന്നെ ഞാനിതിൽ കറുവപ്പട്ടയുടെ പൊടി ഇടുന്നുണ്ട്. നമ്മുടെ പട്ട പൊടിച്ചിട്ടുള്ളത്. അത് പൊടിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര നൈസായിട്ടുള്ള പൊടിയായിട്ട് പൊടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇഷ്ടമില്ലെങ്കിൽ തികച്ചും അതൊരു ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.